അതിർത്തികളിലെ നിരന്തരമായ സുരക്ഷാ സമ്മർദ്ദങ്ങൾ ഇന്ത്യ നേരിടുകയും അതിർത്തി കടന്നുള്ള ഭീകരവിരുദ്ധ ദൗത്യമായ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സമീപകാല പ്രവർത്തനങ്ങളിൽ കുറഞ്ഞുപോയ നിർണായക ഇൻവെന്ററികൾ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം. വ്യോമാക്രമണ ഭീഷണികളിൽ നിന്ന് ഡൽഹി NCR മേഖലയെ സംരക്ഷിക്കുന്നതിന് തദ്ദേശീയമായി നിർമ്മിച്ച സംയോജിത വ്യോമ പ്രതിരോധ ആയുധ സംവിധാനം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രതിരോധ സേനകൾക്കായുള്ള പ്രധാന തദ്ദേശീയ പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിനായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നത സംഭരണ സ്ഥാപനമായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇന്ന് യോഗം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഡ്രോൺ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തിനായി ഏകദേശം 850 അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. യുദ്ധക്കപ്പലുകൾക്കുണ്ടാകുന്ന ഭീഷണികളെ ചെറുക്കുന്നതിനായി തദ്ദേശീയ സ്രോതസ്സുകളിൽ നിന്നും ധാരാളം മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ നിർദ്ദേശവും ചർച്ചയ്ക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. US നിന്ന് 2 സീ ഗാർഡിയൻ MQ-9B ഹെയിൽ ഡ്രോണുകൾ ഏകദേശം 3 വർഷത്തേക്ക് പാട്ടത്തിനെടുക്കുന്നതിനെ കുറിച്ചും ഇന്ത്യ യോഗത്തിൽ തീരുമാനമെടുക്കും. 2028 മുതൽ ഇന്ത്യയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇവയിൽ 31 ഡ്രോണുകൾക്കുള്ള കരാറിൽ ഇന്ത്യ ഇതിനകം ഒപ്പുവെച്ചു. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 200 കിലോമീറ്ററിലധികം പ്രഹരപരിധിയുള്ള ആസ്ട്ര മാർക്ക് 2 എയർ ടു എയർ മിസൈലുകളുടെ വികസനത്തിനും വാങ്ങലിനും പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകാനും സാധ്യതയുണ്ട്. കൂടാതെ ഒരു നിശ്ചിത എണ്ണം മെറ്റിയോർ എയർ ടു എയർ മിസൈലുകളും ഇതിനോടകം ലഭ്യമാകും. ഒരു പ്രതിരോധ പൊതുമേഖലാ യൂണിറ്റ് വഴി 200 T-90 ടാങ്കുകൾ തദ്ദേശീയമായി നവീകരിക്കാനും ഇന്ത്യൻ സൈന്യം നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേനയ്ക്കു വേണ്ടി ഇസ്രായേലിൽ നിന്നുള്ള ധാരാളം സ്പൈസ് 1000 എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേലി എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഏക വിൽപ്പനക്കാരനായി 6 മിഡ് എയർ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കാര്യവും ചർച്ച ചെയ്യും. 45 കിലോമീറ്ററും 80 കിലോമീറ്ററും ദൂരമുള്ള റോക്കറ്റുകൾക്ക് ഉപയോഗിക്കുന്ന അതേ ലോഞ്ചറിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന 120 കിലോമീറ്റർ ദൂരമുള്ള പിനാക്ക റോക്കറ്റുകളുടെ വികസനത്തിന് പ്രതിരോധ മന്ത്രാലയത്തിലെയും സൈന്യത്തിലെയും ഉന്നതർ ഉൾപ്പെടെയുള്ള DAC അനുമതി നൽകുമെന്നാണ് സൂചന. അതേസമയം തന്ത്രപരമായ ആയുധങ്ങളുടെ, പ്രത്യേകിച്ച് മിസൈലുകളുടെയും കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളുടെയും സ്റ്റോക്ക് വേഗത്തിൽ നികത്തേണ്ടി വരുമ്പോൾ ഈ രീതി പ്രത്യേകിച്ചും നിർണായകമാണ്. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 സേനകളെയും അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വേഗത്തിൽ സജ്ജമാക്കുന്നതിന്റെ EP റൂട്ട് സഹായകമാകുമെന്നാണ് വിശകലന വിദഗ്ധർ വ്യക്തമാക്കുന്നത്.